ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്നൊരു റമദാൻ സ്പെഷ്യൽ സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴവും കുറച്ച് ഗോതമ്പ് മാവും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ശർക്കര, അത് നമുക്കൊന്ന് ശർക്കര ഉരുക്കി ഒരു ശർക്കര പാനിയായിട്ട് എടുക്കുക. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് തിക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ശർക്കര പാനി തികഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി ഞാൻ ഇതേപോലെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത 2 ഏത്തക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മിക്സിയുടെ ജാറെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. 2-3 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മാവ് കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇത് ഇഡ്ഡലി കുട്ടുകത്തിൻ്റെ ആ ഒരു തട്ടിൽ ആവിയിലാണ്, ഇതേപോലെ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ആവി കയറ്റിയാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു കേക്ക് ടിന്നുണ്ട്, അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതേപോലെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെയ്യോ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതിയാവും. ഇതൊരു ഇഡ്ഡലി കുട്ടുകത്തിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ പാത്രം വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. അതായത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസാക്കി നമുക്കത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കിണ്ണത്തപ്പം ഒക്കെ പോലെ ഇരിക്കും, പക്ഷേ കിണ്ണത്തപ്പം അല്ല ഇത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നോമ്പിന്. നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നതിനും വരെ ടേക്ക് കെയർ, ബൈ.